മഅദീൻ അക്കാദമി സംഘടിപ്പിച്ച സംസ്ഥാനതല ഹജ്ജ് ക്യാമ്പിന് സ്വലാത്ത് നഗറിൽ പ്രൗഢ സമാപനമായി. സംസ്ഥാനത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ ആയിരങ്ങൾ ആത്മനിർവൃതിയോടെയാണ് സ്വലാത്ത് നഗർ വിട്ടുപിരിഞ്ഞത്. കാണാം ഹാരിഫ് എന്നിവർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആത്മനിർവൃതിയുടെ ദിനം, ഹജ്ജറിവുകളുടെയും അനുഭവങ്ങളുടെയും കോൾമയിർ കൊള്ളിക്കുന്ന പഠന ക്ലാസുകൾ, ഹൃത്തിൽ ആനന്ദത്തിന്റെ അനുഭൂതി പകർത്തിയാണ് ഹജ്ജാജുമാർ മടങ്ങിയത്. നേടിയെടുത്ത മൊഴിമുത്തുകളെ കോർത്തെടുത്ത് ഇനി വിശുദ്ധ ഭൂമിയിൽ ധന്യമാകണം. അതായിരിക്കും ഓരോരുത്തരുടെയും പ്രതിജ്ഞകൾ. ഇവിടെ സൗകര്യങ്ങളെല്ലാം നന്നായിരുന്നു. ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും ഇവരുടെ സ്വീകരണങ്ങളാണെങ്കിലും അവതരണങ്ങളാണെങ്കിലും ഇവരുടെ ക്രമീകരണങ്ങളാണെങ്കിലും നന്നായിരുന്നു. നല്ല കോർഡിനേഷനായിരുന്നു. രാവിലെ 8 മുതൽ 5 വരെ നീണ്ടുനിന്ന ഹജ്ജ് പഠന ക്യാമ്പിന് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒഴുകിയെത്തിയത് ആയിരങ്ങളായിരുന്നു. മഅദീൻ ചെയർമാൻ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. എല്ലാം കൊണ്ട് വളരെ സുഖമായ ക്യാമ്പായിരുന്നു. അറിവ് വളരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ 5-6 ക്യാമ്പ് കൂടിയിട്ടുണ്ട്. ഏറ്റവും വലുത് തന്നെയാണ്. സരളമായ രീതിയിൽ നർമ്മം കലർത്തി ഹജ്ജിന്റെ കർമ്മങ്ങളും പ്രായോഗിക വശങ്ങളും വിശദമായി അവതരിപ്പിച്ച ഊറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയുടെ ക്ലാസ് ഹാജിമാർക്ക് ആത്മവിശ്വാസം പകർന്നു. സമസ്ത ജില്ലാ സെക്രട്ടറി പി ഇബ്രാഹിം ബാക്കവി ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട ഹാജിമാരുടെ സംശയ നിവാരണത്തിന് നേതൃത്വം നൽകി. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരിയുടെ മദീനയുടെ ചരിത്രാവതരണവും അനുഭവ വിവരണവും ആവേശത്തോടെയാണ് ക്യാമ്പിലെത്തിയവർ ശ്രവിച്ചത്. കോഴിക്കോട് വളരെ നല്ല ക്യാമ്പ്. ഖാലിദ് സഖാഫി സ്വലാത്തിനങ്ങ് രചിച്ച ഹജ്ജുംറ കർമ്മം ചരിത്രം അനുഭവം പുസ്തകത്തിന്റെ 6ാം പതിപ്പ് ഹാജിമാർക്ക് മുതൽക്കൂട്ടായി. ബദർ സാദാത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഭക്തിനിർഭരമായ ദുആ മജ്ലിസോടെ ഹൃദയം നിറച്ചാണ് ഹാജിമാർ നഗരിവിട്ടത്. മഅദീന്റെ നേതൃത്വത്തിൽ പ്രൈവറ്റിലും ഗവൺമെൻറ്റിലും പോകുന്ന ഹാജിമാർക്കുള്ള പഠന ക്ലാസ് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. ഹജ്ജ് രംഗത്ത് വളരെയധികം കഴിവ് തെളിയിച്ച കൂറ്റമ്പാറ ദാരിമി ഉസ്താദും ബദർ സാദാത്ത് തങ്ങളുടെയും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാവരുടെയും മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ഹജ്ജിനെക്കുറിച്ചുള്ള ആ ഭയഭക്തിയോട് നിറഞ്ഞുള്ള ഹജ്ജ് നിർവഹിക്കാൻ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ന്യൂസ് ഡെസ്ക് മഅദീൻ അപ്ഡേറ്റ്സ്.